ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയത് ഇതുപോലത്തെ ഒരു ഡിസ്ക് സാൻഡിങ് മെഷീനായിട്ട് നമ്മളിത് ഉണ്ടാക്കിയത് തന്നെ കണ്ട. ഇത് നമ്മൾ പി വി സിയുടെ ഷീറ്റ് കൊണ്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത് തന്നെ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടത് ഇതുപോലത്തെ ഒരു പി വി സിയുടെ ഷീറ്റാണ്. ഇതിപ്പോൾ നമ്മൾ പി വി സിയുടെ പൈപ്പ് സെൻറ്ററായിട്ട് മുറിച്ചിട്ട് നമ്മളത് ചൂടാക്കി ഇങ്ങനെ ഷീറ്റാക്കി എടുത്തുന്നതായിട്ടത്. ആ ഷീറ്റിൽ നിന്ന് ഒരു പീസായിട്ട് നമ്മളിപ്പോൾ ഇത് മുറിച്ചെടുത്താണ്. ആ പീസിലേക്ക് നമ്മൾ വേറൊരു ചെറിയ പീസ് ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ അതുപോലത്തെ ഒരു ചെറിയ പീസ് തന്നെ അപ്പുറത്ത് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പീസ് എടുക്കുക. ആ പീസ് എടുത്തിട്ട് നമ്മൾ ആ രണ്ടെണ്ണം ഒട്ടിച്ചില്ല അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്താണ് കേട്ടോ. ഒരു ടേബിളും അല്ലേ, ചെറിയ ടേബിളും അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ രണ്ട് വര ഇട്ടിട്ടുണ്ടല്ലേ, ആ വരയിൽ നമ്മൾ ചൂടാക്കിയിട്ട് ഇത് കണ്ട ഇങ്ങനെ ഒന്ന് വളച്ചെടുക്കുക. ആ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് വളച്ചെടുക്കുക. അതായത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സംഭവമില്ല, ഈ സംഭവത്തിൻ്റെ ഇവിടെ ആയിട്ട് ഈ സെൻറ്റർ എന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഈ സാധനം ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇപ്പം നമ്മളത് ഒട്ടിച്ചെടുത്തണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു വലിയ മോട്ടർ എടുത്തണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു ചക്കും, ഇതിപ്പോൾ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ ചക്കാട്ടാ, നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിയിട്ടത്. ഇതെടുത്തിട്ട് നമ്മൾ നേരെ മോട്ടറിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ എല്ലെങ്കിൽ വെച്ച് ഈ സാധനം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് സെറ്റ് ആക്കി കൊടുക്കുക. അതിൻ്റെ ഇതിൻ്റെ ഈ സംഭവം കണ്ടില്ലേ, ഈ രണ്ട് സാധനം നമ്മുടെ ബ്ലേഡ് വെക്കുന്ന സാധനം, അത് നമ്മൾ ഈ രണ്ടെണ്ണം ഇങ്ങനെ ഊരി കളയാ, ഊരി മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് കണ്ട ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടിയിട്ട് വാങ്ങാൻ വേണ്ടി നമ്മൾ ഈ സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ഇട്ടത്, അതെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ തിരിച്ചു കയറ്റാം. വേണ്ട ഇങ്ങനെ കയറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനു വേണ്ടി തന്നെ ഇങ്ങനത്തെ ഒരു സാൻഡ് പേപ്പർ സംഭവം ഇട്ടത്, ഈ സംഭവം എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒട്ടിക്കാൻ പറ്റും, അങ്ങനെ ഒട്ടിച്ചെടുക്കുക. വേണ്ട ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മോട്ടറും ഈ സംഭവം എടുത്തിട്ട് നമ്മൾ നേരെ ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചില്ലേ ചെറിയ പീസ്, ആ പീസിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ ഒന്ന് വെച്ചാൽ ഒട്ടിച്ചെടുക്കുക. അതുകൊണ്ട് ഈ ഫ്രണ്ട് സാധനം ഇതിന് ഇതൊന്നും മുട്ടരുതിട്ടാ. വേണ്ട ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു അഡാപ്റ്റർ എടുക്കുക. അഡാപ്റ്ററിൻ്റെ ഈ രണ്ട് പേര് നമ്മൾ നേരെ മോട്ടറിലേക്ക് ഇങ്ങനെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ അഡാപ്റ്ററിൻ്റെ മറ്റേ പ്ലഗ് എന്ന ഭാഗം നമ്മൾ നേരെ കയറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സംഭവത്തിൻ്റെ പരിപാടി ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആദ്യം ഈ സാധനം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഓണാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സംഭവം അത്യാവശ്യം നല്ല പവറിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. സംഭവത്തിന് ഇച്ചിരി വൈബ്രേഷൻ കൂടുതലുണ്ട്, അതായിട്ട് നമ്മൾ കൈ പിടിച്ചാണ്, അല്ലെങ്കിൽ അത് നീങ്ങി നിലത്തോട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ആദ്യം നോക്കണത് ഇതുപോലത്തെ ഒരു കട്ടിയുള്ളൊരു പി വി സിയുടെ ഷീറ്റ് തന്നെ കേട്ടോ. നമ്മൾ ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് സ്മൂത്തൊക്കെ എടുക്കാൻ നോക്കണം കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതി. അപ്പോൾ തന്നെ സിമ്പിളായിട്ട് തന്നെ സൈഡൊക്കെ ലെവൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ ആക്കി കിട്ടും കേട്ടോ. വെച്ച് കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് ആയി കിട്ടും. നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് ആ ഷേപ്പിലേക്ക് ഈ സാധനത്തിൽ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പം ഇങ്ങനെ ആക്കി കിട്ടും കേട്ടോ. കണ്ട ഇങ്ങനെയൊക്കെ ആക്കി കിട്ടും കേട്ടോ നമുക്ക് ഇത് വെച്ച്. ഇനി നമുക്ക് കുറച്ച് കട്ടിയുള്ള സാധനം നോക്കാം. ഇതിപ്പോൾ ഒരു പ്ലൈവുഡിൻ്റെ പീസാട്ടോ. ഈ പീസിൻ്റെ ഈ മോൾ ഭാഗം നമുക്ക് തിരിച്ചു നോക്കാം. ഇത് അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇങ്ങനെ ആവണ്ട കേട്ടോ.
നമുക്ക് ഏത് സൈഡിലേക്കാണ് തിരിക്കേണ്ടത് ആ സൈഡിലേക്ക് ഇങ്ങനെ സാധനം വെറുതെ ജസ്റ്റ് ഒന്ന് വെച്ചെടുത്താൽ കേട്ടോ. അപ്പോൾ തന്നെ പെട്ടെന്ന് ചെയ്യണ്ട, ഇങ്ങനെ ആയിക്കോളും. ഇത് ചെരിഞ്ഞണ്ട ഗൈസ്, ഇത് കണ്ട നമ്മുടെ സംഭവം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെരിഞ്ഞു വന്നിട്ട് കണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഇത്ര ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അടുത്തൊരു കാണാം.